നമസ്കാരം. നമസ്കാരം. നല്ല വിശേഷം. ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ ഞങ്ങള് തൊട്ടെ നമ്മുടെ ഗിരീഷേട്ടന്റെ വിശേഷം ചോദിച്ചാൽ, അതായത് ഗിരീഷേട്ടനെ കുറിച്ച് ഞാൻ അനവധി വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഗിരീഷേട്ടനെ നേരിട്ട് കാണണം, ഒരു അഭിമുഖം സംഘടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തിരക്ക് കഴിഞ്ഞിട്ട് ഗിരീഷേട്ടന് സമയമില്ല. ഗിരീഷ് സാർ എപ്പോഴും തിരക്കിലാണ്, എല്ലാ സമയത്തും. വേനലും അതുപോലെ വർഷവും മഞ്ഞും ഒന്നും തന്നെ ഗിരീഷേട്ടന് ഒഴിവുകളില്ലാത്ത വസന്തകാലങ്ങളാണ്. ഇപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടിയിട്ട് ഈ പുതിയ ഓണപ്പാട്ടിന്റെ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഗിരീഷേട്ടൻ്റെ ഒപ്പം എനിക്കും ഒരു പടത്തിന് അഭിനയിക്കാനായിട്ട് സാധിച്ചു. അപ്പോഴാണ് ഗിരീഷേട്ടൻ്റെ അഭിനയ പാടവം നമ്മൾ മനസ്സിലാക്കുകയും ഗിരീഷേട്ടനായിട്ട് ഒരു അഭിമുഖം സംഘടിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്തു. ഗിരീഷേട്ടാ, നമ്മുടെ ഈ ചേട്ടന്റെ ആഗ്രഹമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നുള്ളത്. ഗിരീഷേട്ടന്റെ വിശേഷം പറഞ്ഞു. അതായത് ഇന്നിപ്പോൾ ഞാൻ ഈ ലൊക്കേഷനിൽ ഉണ്ടാവാനുള്ള കാരണം ഇവിടെ ഒരു ഷൂട്ടിന് വന്നതാ. തിരുവോണപ്പുലരി എന്ന് പറഞ്ഞിട്ട് ഒരു ഓണം ആൽബം ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ സംവിധായകനും അതുപോലെ തന്നെ അതിൻ്റെ ആക്ട് ചെയ്യുന്ന ആളും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാമായിട്ടുള്ള ആള് നമ്മുടെ നന്ദുജി നമ്പ്യാരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത് മനോജ് മഹാദേവാണ്. ഇതിൻ്റെ വരികൾ ഒരുപാട് ഗാനങ്ങൾക്ക് അദ്ദേഹം വരികൾ എഴുതിയിട്ടുണ്ട്. നല്ല സുന്ദരമായിട്ടുള്ളൊരു ഗാനം. അതേപോലെ തന്നെ ആലാപനം ബൈജു മാത്യു. പിന്നെ സംഗീതം ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷൈൻ വെങ്കിടൻ. അതുപോലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഷൈൻ ടൂൾസ് കണ്ണൂർ. മനോഹരമായിട്ടുള്ളൊരു സോങ്ങാണ്. അതിലൊരു ഭാഗം അഭിനയിക്കാനാണ് ഞാനെന്നോട് വന്നത്. ഈ ഇതിന്റെ പൂജ ചെയ്ത് അറിഞ്ഞത്, അമ്പലത്തിൽ പൂജ ചെയ്ത ആളറിയോ? ഇതിന്റെ പൂജ ചെയ്ത ആളെ കുറിച്ച് പറയാനുണ്ടാ. ദാ ഇരിക്കുന്നു നമ്മുടെ മുന്നിൽ. അങ്ങനെ ഷാജി ബ്രോ എന്ന് വിളിക്കും ഞങ്ങൾ സ്നേഹം കൊണ്ട്. ഈ നാട്ടുകാരനാണ്. ഈ കലാപ്രവർത്തന മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തു വെക്കുന്ന. അപ്പോൾ ഈ പൂജ ഐശ്വര്യമല്ല. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത് ഗിരീഷേട്ടനായിട്ട് ഈ ഒരു അഭിമുഖം ഈ ഷാജി ബ്രോ ആണ് നമുക്ക് ഏർപ്പാട് ചെയ്തതെന്നും അദ്ദേഹത്തിനും 1000 നന്ദിയോടുകൂടി നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. സാറ് പ്രമുഖ നടനാണ്, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്. തുടങ്ങിയ നിലകളിലൊക്കെ സാറ് ഒരുവിധം നല്ല രീതിയിൽ ഫേമസുമാണ്. അപ്പം ഞാൻ ചോദിക്കണത്, സാർ ഈ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന സമയത്തും സാറിൻ്റെ കലാ സാഹിത്യപരമായ കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ സാർ ആ സമയങ്ങളിൽ ഇതിന് എന്തെല്ലാം രീതിയിൽ ഒരുക്കങ്ങൾ ചെയ്തു? എൻ്റെ കലാജീവിതം തുടങ്ങിയത് വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇപ്പോൾ തുടങ്ങിയതല്ല. 1972 കാലഘട്ടങ്ങളിലാണ് ഞാൻ കലാജീവിതം ആരംഭിക്കുന്നത് തന്നെ. അത് നമ്മൾ സർക്കാർ സർവീസിൽ വന്നാലും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുകയാണ്. ഒരു തട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും ഉണർന്ന് പ്രവർത്തിക്കും. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ സർക്കാർ സർവീസിലിരിക്കുമ്പോഴും കലാപ്രവർത്തനം ഞാൻ നിർത്തി. അല്ല, ഞാൻ അങ്ങനെ സാറിപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ഞാൻ സ്കൂൾ കാലഘട്ടം എന്ന് പറയുമ്പോൾ സാർ എവിടെയാണ് പഠിച്ചത്? ഞാൻ പ്രാഥമിക വിദ്യാഭ്യാസം നമ്മുടെ പെരിഞ്ചേരി, എൻ്റെ ജന്മനാടായിട്ടുള്ള ഔശ്ശേരി പഞ്ചായത്ത് പെരിഞ്ചേരി കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടുത്തെ ഒരു സ്കൂളുണ്ട്, ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പെരിഞ്ചേരി. പ്രാഥമിക വിദ്യാഭ്യാസം നടന്നത്. പിന്നീട് തൊട്ടടുത്തുള്ള UP സ്കൂളിൽ പള്ളിശ്ശേരിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ നാടകമായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇന്നും നാടകം തന്നെയാണ് എനിക്ക് ഏറ്റവും ഭ്രമമുള്ളത്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാനൊരു നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും, VT ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞ വലിയ മഹാനായ എഴുത്തുകാരൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, VT വാസുദേവ മാഷ്, മലയാളം പണ്ഡിറ്റാ. അദ്ദേഹമാണ് ആദ്യമായിട്ട് എന്നെ നാടകം പഠിപ്പിച്ചത്. അതിന് ഉപജില്ലയിൽ ഫസ്റ്റും കിട്ടി ആ നാടകം. ആ ഒരു സർട്ടിഫിക്കറ്റും അന്ന് കിട്ടിയ ഷീൽഡൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പുരസ്കാരം. പിന്നീട് എനിക്ക് അങ്ങോട്ട് ഏകദേശം ഒരു 70ഓളം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തുടക്കം അതായിരുന്നു. ആ തുടക്കത്തിൻ്റെ ഐശ്വര്യം
ജീവിതകാലത്തിൽ മുഴുവൻ എന്താ പറയാ അലകളായിട്ട് ഉയർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു, സർവീസിൽ കയറി ഇപ്പൊ അറിയപ്പെടുന്ന, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു കലാകാരനാണ്. അപ്പോൾ ഗിരീഷ് സാറിന് ഇങ്ങനെ ഈ കലാമേഖലയിൽ ഇത്രമാത്രം ഉന്നതിയിലേക്ക് എത്താനായിട്ട് പ്രചോദനം എന്തെങ്കിലും ഉണ്ടാവും? അല്ല, പ്രചോദനം ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്റെ അച്ഛന്റെ പ്രചോദനം തന്നെയായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് പ്രചോദനം? നാട്ടിലുണ്ട്. എന്റെ ഒരുപാട് സുഹൃത്തുക്കള്, കലാലോകമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുടെ പ്രോത്സാഹനമാണ് പക്ഷെ എനിക്ക് ഇത്തരത്തിലൊക്കെ കൂടുതൽ എത്താനായിട്ട് സാധിച്ചത്. ഇതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഗിരീഷ് ഏട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറേറ്റ് എടുത്തു. അങ്ങനെ ഡോക്ടർ ഗിരീഷ് ആയി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെല്ലാം സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ സർവീസിലുള്ളപ്പോഴും മറ്റുള്ള സാമൂഹ്യ പ്രവർത്തനം എനിക്കുണ്ടായിരുന്നു. ഞാൻ ശരിക്കും 12 മണിക്കൂർ ജോലി ചെയ്തിരുന്നു. 8 മണിക്കൂറാണ് സർവീസ് കാലയളവ് വരിക, അറിയാലോ. അതിൽ ബാക്കി സമയം കൂടി കണ്ടെത്തി ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗം എനിക്ക് കലാമേഖലയായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പോൾ 24 മണിക്കൂറിൽ ഏകദേശം ഒരു 4 മണിക്കൂർ ഉറക്കത്തിന് മാറ്റി വെച്ചാൽ ബാക്കി 20 മണിക്കൂർ വേണ്ടി എന്തിനു വേണ്ടിയാണ്? ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇനി അടുത്ത ഗിരീഷ് സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇങ്ങനെ പോകുന്ന മേഖലയിൽ ഗിരീഷ് സാറിന് നാടക മേഖലയിലായാലും സിനിമാ മേഖലയിലായാലും ജനപ്രിയമായിട്ടുള്ള കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ആ അവാർഡുകളെ പറ്റി ഗിരീഷ് സാറിൻ്റെ അഭിപ്രായം എന്താ? എനിക്ക് എൻ്റെ തിരക്കഥയ്ക്ക് ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള വേൾഡ് റെക്കോർഡ് യൂണിയൻ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ ഒരുപാട് പേരെ സ്ക്രിപ്റ്റുകൾ അവിടെ എത്തണം, ഷോർട്ട് ഫിലിമുകളായാലും എത്തണം. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് എളുപ്പമുള്ള കാര്യമല്ല. അതിന് എത്രമാത്രം കഠിന പ്രയത്നം ചെയ്ത് തീർക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിനുള്ളിൽ. കഠിന പ്രയത്നം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും അത് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. കഠിനാധ്വാനം ഇല്ലാണ്ട് നമ്മുടെ നിത്യനിദാന ചടങ്ങ് പോലെയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഫാമിലി ജീവിതമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ, അതായത് ഇതിന് രണ്ടിനും കൂടി എങ്ങനെ സമയം കിട്ടും? കാരണം എൻ്റെ ഫാമിലി എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് എൻ്റെ കലയും. ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടാണുള്ളത്. ഭാര്യയുടെയും മക്കളുടെയും ഫുൾ സപ്പോർട്ട്. ഇനി ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ ഗിരീഷ് സാറിന് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഉണ്ടാവുമല്ലോ നമുക്ക്, ഏത് കഥാപാത്രമാണ്? ഇപ്പോൾ ഈയിടെയായിട്ട് ഞാനൊരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. എൻ്റെ ഒരു സിനിമ, അതിൻ്റെ കഥയും തിരക്കഥയും ഗാനങ്ങളും ഒക്കെ ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ രചയിതാവും. അതുപോലെ നല്ലൊരു വേഷം ഞാൻ അതിനകത്ത് ചെയ്തിരുന്നു. അതായത് എൻ്റെ മനസ്സിൽ ഒട്ടിച്ചേർന്ന് കിടന്ന ഒരു കഥാപാത്രമായിരുന്നു വർഷങ്ങളായിട്ട്. അതിനെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി. അത് പ്രേക്ഷകർ അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അതന്നെ എനിക്ക് ഏറ്റവും ആനന്ദകരമായിട്ടൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഗിരീഷ് സാറിൻ്റെ ഓരോ അഭിനയത്തിൻ്റെയും ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള അവസ്ഥ, ഗിരീഷ് സാറ് ഒരു കഥാപാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ആ കഥാപാത്രം സ്വയം ആവുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു അവതാരത്തിനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒരു കഥാപാത്രമായിട്ട് മാറുക. ഈ കഥാപാത്രമായിട്ട് മാറുന്നതിന് വേണ്ടി എന്തെല്ലാം ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്? അത് പ്രധാന കാര്യം, നമുക്കൊരു സ്റ്റോറി ഒന്നുകിൽ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ അതിൻ്റെ സ്റ്റോറി നമുക്ക് സംവിധായകനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്കത് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ കഥാപാത്രം കയറി വന്നാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കാവുന്ന കാര്യമാണ്. എനിക്ക് മാത്രമല്ല, എത്രയോ വലിയ ആളുകൾക്കായാലും എത്രയോ വലിയ കലാകാരന്മാർക്കായാലും പറ്റുന്നൊരു കാര്യമാണ് ഇഴുകിച്ചേരണം. കഥാപാത്രമായിട്ട് നമ്മൾ ഇഴുകിച്ചേർന്ന്, അതായത് ആ കഥാപാത്രമായി തീരുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു കഥാപാത്രമായി തീരുക മാത്രമല്ല, അത് താൻ തന്നെയാണെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യും. ഡെഫിനറ്റ്. ആ ഉൾക്കൊള്ളുന്നതോടുകൂടി എന്തായി? കഥാപാത്രമായി. അപ്പോൾ വേറൊരാളല്ല അവിടെ, സ്വയം മറ്റൊരു കഥാപാത്രമായിട്ട് തന്മയത്വം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ചോദിക്കുന്നത് ഒരു നിമിഷം കൊണ്ടോ 2 നിമിഷം കൊണ്ടോ നടക്കുന്ന കാര്യങ്ങളല്ല. അതായത് ഇതിൻ്റെ എക്സ്പീരിയൻസ് എത്രത്തോളം കാലം മുമ്പ് തുടങ്ങുന്നുണ്ട്, അതോ ആ സമയത്ത് നമ്മൾ സ്വയം ഉൾക്കണ്ണിൽ കൂടെ കണ്ട് കഥാപാത്രമായി മാറുന്നതാണോ? അതിന് പ്രാക്ടീസ് എന്തെങ്കിലും? അതിൽ നമുക്ക് പ്രാക്ടീസൊക്കെ നമുക്ക് ആവശ്യമാണ്. ഞാൻ ധാരാളം വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം എന്നും എപ്പോഴും ഞാൻ അഭിനയ രംഗത്തൊരു വിദ്യാർത്ഥി മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്.
അത് തൊട്ടടുത്തിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോഴും ഞാനൊരു കഥാപാത്രത്തെ നിങ്ങളുടെ കാണാറുണ്ട് പലപ്പോഴും. അടുത്തൊരു ഇതിൽ ചിലപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാനത് പഠിക്കണം. അപ്പോൾ എന്നും ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കഥാപാത്രം വന്ന് ചേരുമ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഇഴുകിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അത് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഗിരീഷ് സാറായിട്ട് സംസാരിക്കുമ്പോഴും ഗിരീഷ് സാറ് എപ്പോഴും ബിസിയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗിരീഷ് സാറ് ആ ഓരോ കഥാപാത്രത്തെ മനസ്സിൽ താലോലിക്കുകയാണ്. എന്തായാലും ഭാവിയിൽ കിട്ടിയ അവാർഡുകളുടെ എണ്ണം, കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ട്. അവാർഡുകളുടെ ഒന്ന് ലഘൂകരിച്ച് പറയാൻ പറ്റുമോ? എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ളൊരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ള സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ അഭിനയ രംഗത്ത്, സംവിധാന രംഗത്ത്, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലൊക്കെ നമുക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തോന്നുന്നു ഒരു 65-ൽ പരം അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഏറെ സന്തോഷം. പിന്നെ അതിൽ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, എൻ്റെ ഭാര്യ ഏറ്റവും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് എൻ്റെ ഭാര്യയാണ്. ഭാര്യയും മക്കളും ഉണ്ട്. അപ്പോൾ ഈ കലാരംഗത്തെ പ്രവർത്തനത്തിൽ അഭിനയമായാലും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലും മിക്കവാറും ഞാനൊക്കെ കഥ എഴുതുന്നറിയോ അറിയാലോ. ഒരു കഥയൊക്കെ എഴുതുമ്പോൾ രാത്രി 12 മണിക്കാവും ചിലപ്പോൾ നമുക്ക് വരിക. അപ്പോൾ തന്നെ നമ്മൾ അവിടെ ഇവിടെയും കോരി ഇടണം. വ്യത്യാസം അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റോറി ആക്കി മാറ്റും. അപ്പോൾ ആ കഥാപാത്രം ജീവനുള്ള കഥാപാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിലായിട്ട് എഴുതാൻ സാധിക്കുന്നുണ്ട്. ഷൂട്ടിന് കൂടെ സമയമായി, വിളിക്കുന്നുണ്ട്. അടുത്ത ഇന്റർവ്യൂവിൽ നമുക്ക് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. ഡയറക്ടർ വിളിച്ച് ഓക്കെ.